ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്താ മക്കളെ ഞാൻ ഈ കാണുന്നത്? ഈ അടുക്കളയിൽ 2 കലത്തിൽ അരി വെക്കുന്നോ? എനിക്കും എന്റെ ഭർത്താവിനുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ല. ഓഹോ, കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു അല്ലേ? ഇതൊക്കെ പാടുപെട്ടുണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ടല്ലോ, അങ്ങാരും കൂടി ഇതൊന്ന് കാണട്ടെ. നീ എന്താ പറഞ്ഞത്? എന്റെ വീട്ടിൽ 2 അടുക്കളയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ? എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ. എന്താ? ചോറ്. അതിലോ? ചോറ്. പെഴുത്തോളുമാര് എന്റെ വീട്ടിൽ നിങ്ങൾ 2 കലമാക്കിയോ? ഒന്നുകളയില്ലാത്ത ഞാൻ. നമ്മുടെ അച്ഛന്റെ അഭിമാനം രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ അനിയ? ചേട്ടൻ കാര്യം പറയണം. എനിക്ക് അച്ഛന്റെ സ്വത്ത് വേണം, നിനക്ക് കിട്ടിയ സ്ത്രീധനവും വേണം. എല്ലാം നീ തന്നെ എടുത്തു. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിന് എന്റെ അനുവാദം എന്തിനാ? ചേട്ടൻ എന്നെ വിളിച്ചെന്തിനാന്ന് പറയും. നാളെ ആ സ്ഥലത്ത് നിനക്കുള്ള വീട് പണി തുടങ്ങാൻ പോകുന്നു അറിഞ്ഞു. അത് നേരാണോ? നാളെ രാവിലെ 7 മണിക്ക് തുടങ്ങും. ഇല്ല, അത് നടക്കില്ല. നടക്കും ചേട്ടാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ നടത്തും. അപ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുമെടാ. ഇല്ലെങ്കിൽ അത് നടക്കില്ല. നമുക്ക് കാണാം. ഓ, കാണാം. ജീവൻ വേണമെങ്കിൽ എല്ലാം സ്ഥലം വിട്ടോണം. ഇവിടെ പുരമണിയെ ഞാൻ സമ്മതിക്കില്ല. അതുപോലെ താനാരാ? ഞാൻ ആരുന്നു? നാണം കെട്ട നാറി. ഞാൻ എന്റെ അച്ഛന്റെ മകൻ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഇവിടെ പുരമണി നടക്കില്ല. എങ്കിൽ അത് തന്നെ വേണം. നിങ്ങൾ ജോലി തുടങ്ങണം, ബാക്കിയാരും ഞാൻ ഏറ്റു. വഴക്കിനും വയ്യാവേലിക്കും ഞങ്ങളില്ല സാറേ. വരണടാ. നീ ആണാണെങ്കിൽ ആരൊക്കെ പോയാലും ഇന്നോട് വാനം തോന്നണം. അതിന് കഴിവില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ്. താൻ എന്നെ തോപ്പിക്കാന്നാണ് വരുന്നത്. ഞാനിവിടെ വാനം വിട്ടോടോ? ഇല്ല, നീ അത് ചെയ്യില്ല.
മക്കളെ എന്തായി കാണിക്കുന്നത്? രാജാ എന്താടി? മക്കളിതേ അവിടെ കിടന്ന് തമ്മി തല്ലുന്നു. വേഗം ചെന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും ശവം കാണേണ്ടി വരും. അയ്യോ വേണ്ട, അയ്യോ വേണ്ട. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ. കരയരുത്. സ്നേഹവും ബന്ധവും നിലനിൽക്കണമെങ്കിൽ വീതം വെച്ച് കൊടുത്തിട്ട് മക്കളെ മാറ്റി താമസിപ്പിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എനിക്ക് തെറ്റിപ്പോയി ലക്ഷ്മി, തെറ്റിപ്പോയി. മക്കളെ അമ്മേ, അമ്മേ, മക്കളെ അച്ഛനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ എന്നും സ്നേഹമായിട്ട് Me.